അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ JDS നേതാവ് HD രേവണ്ണയുടെ ജാമ്യം റദ്ദാക്കണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളി. കേസിലെ മറ്റു പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നുണ്ട് ഇപ്പോൾ. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ പ്രജ്വൽ രേവണ്ണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. ആ കേസിൽ 13 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷമാണ് മുൻ മന്ത്രിയും MLA-യുമായിട്ടുള്ള HD രേവണ്ണക്ക് കോടതി, പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം SIT ഹൈക്കോടതിയെ സമീപിച്ചതിൽ ഇരുഭാഗങ്ങളുടെയും വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. അതായത് HD രേവണ്ണക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ആശ്വാസം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേസിലുണ്ടായിരുന്ന മറ്റു 3 പ്രതികൾക്ക് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുകൂടിയുണ്ട്. എന്തായാലും ഈ കേസിൽ നേരത്തെ HD രേവണ്ണ, അതോടൊപ്പം തന്നെ ഭാര്യ ഭവാനി രേവണ്ണ ഉൾപ്പെടെ കേസിൽ പ്രതിയായിരുന്നു. പ്രജ്വൽ രേവണ്ണ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയെന്നതാണ് കേസ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ.